ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എന്ന തത്വത്തിലൂന്നി അതിവേഗ വികസനം സാധ്യമാക്കാൻ കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് തീരത്തിന് സമീപം സിംഗപ്പൂർ ചരക്ക് കപ്പലിന് തീപിടിച്ചു. കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. സൗദി അറേബ്യയിലേക്ക് ഇന്ത്യക്കാർക്ക് യാത്രാ വിലക്കേർപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകൾ തള്ളി കേന്ദ്ര സർക്കാർ. ആക്സിയം 4ന്റെ വിക്ഷേപണം നാളെ. ദൌത്യത്തിൽ ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല ഉൾപ്പെടെ 4 ബഹിരാകാശ യാത്രികർ. കേരളത്തിൽ വ്യാഴാഴ്ച മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വിവിധ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കാലാവസ്ഥാ പ്രവർത്തക ഗ്രറ്റ തൂൺബർഗ് ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരുമായി ഗാസയിലേക്ക് തിരിച്ച കപ്പൽ ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തു. വാർത്തകൾ വിശദമായി. എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എന്ന തത്വത്തിലൂന്നി അതിവേഗ വികസനം സാധ്യമാക്കാൻ സർക്കാരിന് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 140 കോടി ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ കഴിഞ്ഞ 11 വർഷത്തിനിടെ രാജ്യം വിവിധ മേഖലകളിൽ വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചതായി അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. സാമ്പത്തിക വളർച്ച മുതൽ സാമൂഹിക ഉന്നമനം വരെ എല്ലാ കാര്യങ്ങളിലും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുള്ള ജനക്ഷേമ പദ്ധതികളാണ് നടപ്പാക്കിയത്. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ആത്മവിശ്വാസത്തോടെയാണ് രാജ്യം മുന്നേറുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യക്കാർക്ക് സൗദി അറേബ്യയിലേക്ക് യാത്ര ചെയ്യുന്നതിന് വിലക്കേർപ്പെടുത്തുന്നത് സംബന്ധിക്കുന്ന റിപ്പോർട്ടുകൾ തള്ളി കേന്ദ്ര സർക്കാർ. ഈ വിഷയത്തിൽ സൗദി സർക്കാർ ഔദ്യോഗികമായി യാതൊരു അറിയിപ്പും നൽകിയിട്ടില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. ഹജ്ജ് സീസണിലെ തിരക്കൊഴിവാക്കാൻ ഹ്രസ്വകാല വീസകളിൽ താൽക്കാലിക നിയന്ത്രണങ്ങളുണ്ടെന്നും ഹജ്ജ് അവസാനിക്കുന്നതോടെ ഇത് സാധാരണ നിലയിലാകുമെന്നും അധികൃതർ അറിയിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ സ്വിറ്റ്സർലൻഡ്, സ്വീഡൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമായി. ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് സ്വിറ്റ്സർലൻഡിലെ ആഗോള ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരുമായും വ്യവസായ നേതാക്കളുമായും അദ്ദേഹം ചർച്ച നടത്തും. സ്വീഡനിൽ നടക്കുന്ന ഇൻഡോ സ്വീഡിഷ് സംയുക്ത കമ്മീഷന്റെ 21ാമത് സെഷനിൽ ശ്രീ ഗോയൽ സഹ അധ്യക്ഷത വഹിക്കും. പ്രധാന യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള തന്ത്രപരവും സാമ്പത്തികവുമായ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സന്ദർശനം ലക്ഷ്യമിടുന്നു. ചരിത്ര ദൌത്യമായ ആക്സിയം 4ന്റെ വിക്ഷേപണം നാളെ നടക്കും. ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല ഉൾപ്പെടെ 4 ബഹിരാകാശ യാത്രികരാണ് 14 ദിവസത്തെ ദൌത്യത്തിനായി പുറപ്പെടുന്നത്. ഫ്ലോറിഡയിലുള്ള നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ത്യൻ സമയം വൈകുന്നേരം 5:52 യാത്ര ആരംഭിക്കുക. ഇന്ത്യയ്ക്ക് പുറമെ US, പോളണ്ട്, ഹംഗറി എന്നിവിടങ്ങളിൽ നിന്നുള്ള 4 ബഹിരാകാശ യാത്രികരും ദൌത്യത്തിലുണ്ട്. ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ ദൌത്യത്തിന് ആശംസകൾ നേർന്ന് ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ യാത്രികനായ രാകേഷ് ശർമ്മ. മുന്നോട്ടുള്ള യാത്രയ്ക്കായി താൻ കാത്തിരിക്കുകയാണെന്നും ഇന്ത്യയുടെ ബഹിരാകാശ ദൌത്യങ്ങളുടെ ശോഭനമായ ഭാവിയിൽ പൂർണ്ണ ആത്മവിശ്വാസമുണ്ടെന്നും ആകാശവാണി ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. I'm looking forward to Sudhanshu's flight as well, just like everybody else in India. And I'm hoping that India will be the modern leader in the years to come of this world. And if we succeed in our mission, which I am quite confident we will. തന്റെ അസാധാരണമായ ബഹിരാകാശ യാത്രയുടെ അനുഭവങ്ങളും ശ്രീ ശർമ്മ പങ്കുവച്ചു. സ്വീഡനിലെ ഇന്ത്യൻ പ്രവാസികളുമായി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ആശയവിനിമയം നടത്തി. നാളെ മുതൽ ഈ മാസം 12 വരെ നടക്കുന്ന ഇന്റർനാഷണൽ ഐഡിയ സ്റ്റോക്ക്ഹോം ഇലക്ടറൽ ഇന്റഗ്രിറ്റി കോൺഫറൻസിൽ പങ്കെടുക്കാനാണ് ശ്രീ ഗ്യാനേഷ് കുമാർ സ്വീഡനിലെത്തിയത്. പ്രവാസി ഇന്ത്യക്കാരും ഇന്ത്യയിലെ വിദേശ പൗരന്മാരും തമ്മിലുള്ള സമഗ്ര പങ്കാളിത്തത്തിലും പൗര ഇടപെടലിലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം ആശയങ്ങൾ പങ്കുവച്ചു. ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യ സമര നായകൻ ഭഗവാൻ ബിർസ മുണ്ടയുടെ 125ാം ചരമവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. ഭഗവാൻ ബിർസ മുണ്ടയുടെ ചരമവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. തന്റെ ജീവിതം ആദിവാസി സഹോദരീ സഹോദരന്മാരുടെ ക്ഷേമത്തിനും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി സമർപ്പിച്ച വ്യക്തിയായിരുന്നു ബിർസ മുണ്ടയെന്ന് പ്രധാനമന്ത്രി സമൂഹ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു. നരേന്ദ്രമോദി സർക്കാരിന്റെ 11 വർഷത്തെ ഭരണകാലത്ത് രാജ്യം സാമ്പത്തിക പുനരുജ്ജീവനത്തിന്റെയും സാമൂഹിക നീതിയുടെയും സാംസ്കാരിക അഭിമാനത്തിന്റെയും ദേശീയ സുരക്ഷയുടെയും പുതുയുഗത്തിന് സാക്ഷ്യം വഹിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മിനിമം ഗവൺമെന്റ് മാക്സിമം ഗവേണൻസ് എന്ന സമീപനം
രാജ്യത്തിന്റെ വികസനത്തിന്റെ വേഗതയെയും വ്യാപ്തിയെയും മാറ്റിമറിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു. 6491 പേർക്ക് നിലവിൽ കോവിഡ് സ്ഥിരീകരിച്ചു. 6861 പേർ രോഗമുക്തരായി. ഏറ്റവും കൂടുതൽ പേർ ചികിത്സയിലുള്ള കേരളത്തിൽ 1957 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന സിംഗപ്പൂർ ചരക്ക് കപ്പലിന് കോഴിക്കോട് തീരത്തിന് സമീപം തീപിടിച്ചു. വാൻഹായ് 503 എന്ന കപ്പലിലെ 22 തൊഴിലാളികളിൽ 4 പേരെ കാണാനില്ല. കടലിൽ ചാടിയ 18 ജീവനക്കാരെ രക്ഷപ്പെടുത്തി. പരിക്കേറ്റ 5 പേരിൽ 2 പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡും നാവികസേനയും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുന്നു. കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകളിൽ തീ പിടിക്കാൻ സാധ്യതയുള്ള അപകടകരമായ വസ്തുക്കൾ ഉണ്ടെന്നാണ് വിവരം. കപ്പൽ അപകടത്തെ തുടർന്നുള്ള ആഘാതങ്ങളിൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി VN വാസവൻ അറിയിച്ചു. വിവരം കിട്ടിയ ഉടൻ തന്നെ ഏതായിരുന്നാലും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ കീഴിലുള്ള കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ നേവിയും രക്ഷാദൌത്യത്തിനായി അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടെയ്നർ എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാൻ കഴിയില്ല. അത് സാധാരണഗതിയിൽ കസ്റ്റംസിന് മാത്രമേ അറിയാൻ കഴിയൂ. ഇത് നമ്മുടെ കപ്പൽ ചാനലിൽ വെച്ച് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഇതിന്റെ മറ്റു കാര്യങ്ങളെല്ലാം പ്രധാനമായി ശ്രദ്ധിക്കുകയും നടപടിക്രമങ്ങൾ പാലിക്കുകയും ചെയ്യാം. നമുക്ക് അതിന്റെ ആഹാരം ഏതെങ്കിലും രൂപത്തിലുണ്ടാകുന്നതിന് നമ്മൾ പ്രതിരോധം തീർക്കാനും ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. LDF സ്ഥാനാർത്ഥി M സ്വരാജ്, UDFന്റെ ആര്യാടൻ ഷൌക്കത്ത്, NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് എന്നിവർക്ക് പുറമെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PV അൻവറും പ്രചാരണ രംഗത്ത് സജീവമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ 2ാം ഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി. ഈ മാസം 19-നാണ് വോട്ടെടുപ്പ്. 23-ന് വോട്ടെണ്ണൽ നടക്കും. തിരുവനന്തപുരം ശ്രീ ചിത്ര ആശുപത്രിയിൽ ചികിത്സാ ഉപകരണങ്ങളുടെ അഭാവം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം ചേർന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ശ്രീ ചിത്ര ഡയറക്ടർ, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പ്രശ്നം പരിഹരിച്ചതായി യോഗത്തിന് ശേഷം കേന്ദ്ര സഹമന്ത്രി അറിയിച്ചു. ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ നേരിടാൻ സംസ്ഥാന സർക്കാരിന് അനുയോജ്യമായ നടപടി സ്വീകരിക്കാമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. അടിയന്തര സാഹചര്യത്തിൽ അനുയോജ്യ നടപടി സ്വീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മലപ്പുറത്ത് 15കാരൻ മരിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനും തദ്ദേശ സ്ഥാപനങ്ങൾക്കും വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ വ്യാഴാഴ്ച മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. കാലാവസ്ഥാ പ്രവർത്തക ഗ്രറ്റ തൂൺബർഗ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സന്നദ്ധ പ്രവർത്തകരുമായി ഗാസയിലേക്ക് ദുരിതാശ്വാസ സാമഗ്രികളുമായി തിരിച്ച കപ്പൽ ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തു. മാസങ്ങളായി നീണ്ടുനിൽക്കുന്ന സംഘർഷത്തിന്റെയും ഉപരോധത്തിന്റെയും പശ്ചാത്തലത്തിൽ കടുത്ത ക്ഷാമം നേരിടുന്ന ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ യാത്ര പുറപ്പെട്ടത്. അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി UAE-യിലെ ഇന്ത്യൻ പ്രവാസികൾ രാജ്യത്തുടനീളമുള്ള പ്രമുഖ സ്ഥലങ്ങളിൽ യോഗ സെഷനുകൾ സംഘടിപ്പിക്കും. ക്ഷേമം, മാനസിക സൗഖ്യം, ഐക്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് ദുബായിലെയും ഷാർജയിലെയും വിവിധ കേന്ദ്രങ്ങളിലാണ് പരിശീലന സെഷനുകൾ സംഘടിപ്പിക്കുന്നത്. ഒരു ഭൂമിക്കും ആരോഗ്യത്തിനും യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കഴിഞ്ഞ 11 വർഷത്തെ ഇന്ത്യയുടെ വളർച്ചാ യാത്രയെക്കുറിച്ച് നമോ ആപ്പിലെ സർവേയിൽ പങ്കെടുക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 11 വർഷത്തെ ഇന്ത്യയുടെ യാത്രയെക്കുറിച്ചുള്ള ജൻമൻ സർവേയിൽ എല്ലാവർക്കും പങ്കെടുക്കാവുന്ന പോർട്ടലിന്റെ ലിങ്കും ശ്രീ മോദി തന്റെ സമൂഹ മാധ്യമ പോസ്റ്റിൽ പങ്കുവച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എന്ന തത്വത്തിലൂന്നി അതിവേഗ വികസനം സാധ്യമാക്കാൻ കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് തീരത്തിന് സമീപം സിംഗപ്പൂർ ചരക്ക് കപ്പലിന് തീപിടിച്ചു. കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. സൗദി അറേബ്യയിലേക്ക് ഇന്ത്യക്കാർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകൾ തള്ളി കേന്ദ്ര സർക്കാർ. ആക്സിയം 4ന്റെ വിക്ഷേപണം നാളെ. ദൌത്യത്തിൽ ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല ഉൾപ്പെടെ 4 ബഹിരാകാശ യാത്രികർ. കേരളത്തിൽ വ്യാഴാഴ്ച മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വിവിധ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കാലാവസ്ഥാ പ്രവർത്തക ഗ്രറ്റ തൂൺബർഗ് ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരുമായി ഗാസയിലേക്ക് തിരിച്ച കപ്പൽ ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.